إن الله يأمركم أن تذبحوا بقرة قالوا أتتخذنا هزوا قال أعوذ بالله أن أكون من الجاهلين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي اللهم ألهمني رشدي وأعذني من شر نفسي ومن سيئات أعمالي. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസിനെ പരിപൂർണമായി സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ദീനിയും ദുനിയവിയും ഉഖ്റവിയുമായ നന്മകൾക്ക് അല്ലാഹു നമ്മുടെ എല്ലാ മജ്ലിസുകളെയും കാരണമാക്കുമാറാകട്ടെ. സൂറത്തുൽ ബഖറയിൽ നമ്മൾ അവസാന ആയത്തുകളിൽ സംസാരിച്ചത് ബനൂ ഇസ്രായേലർ അള്ളാഹുവിനോട് കാണിച്ച നന്ദികേടിൻ്റെയും അനുസരണക്കേടിൻ്റെയും ഒക്കെ വിശദാംശങ്ങളെ പറ്റിയിട്ടാണ്. ശനിയാഴ്ച ദിവസം അവരോട് എല്ലാ ജോലികളിൽ നിന്നും ഒഴിവായി ഇബാദത്തിലായി കഴിഞ്ഞുകൂടാൻ അവരോട് കൽപ്പിക്കപ്പെട്ട ദിവസമായിരുന്നു. അതാണ് വലഖദ് അലിംതുമുല്ലദീന അതദൂ മിൻകും ഫിസ്സബ്തി ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിയീൻ. സാബത്ത് നാൾ എന്നാണ് അവരിൽ അറിയപ്പെടുന്നത്. ആ ദിവസത്തിൽ പാചകം ചെയ്യാൻ പാടില്ല, കച്ചവടം ചെയ്യാൻ പാടില്ല, കൃഷി ചെയ്യാൻ പാടില്ല, മീനിനെ പിടിക്കാൻ പാടില്ല, അങ്ങനെ ഒരുപാട് നിയമങ്ങൾ യഹൂദികൾക്ക് ആ ദിവസവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ആരാധനയുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുകയും അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യണമെന്നാണ് അവരുടെ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്നത്. ഏതായാലും ആ ദിവസത്തെ ബഹുമാനിക്കണം എന്ന് അള്ളാഹു അവരോട് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരീക്ഷണം എന്നുള്ള നിലക്ക് അവരിലെ മുക്കുവന്മാർ നോക്കുന്ന സമയത്ത് ശനിയാഴ്ച ദിവസം വളരെയധികം മത്സ്യം അവർക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ ശനിയാഴ്ച ആണെങ്കിൽ മത്സ്യത്തെ പിടിക്കരുതെന്നാണ് നിയമം താനും. അപ്പോൾ അവരിൽ ചില ആളുകൾ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ശനിയാഴ്ച നമ്മളോട് പിടിക്കരുതെന്നാണല്ലോ പറഞ്ഞത്, നമുക്ക് ശനിയാഴ്ച കെണികൾ ഒരുക്കാം. അപ്പോൾ തിരയടിച്ച് മത്സ്യം തീരത്തേക്ക് വരുന്ന സമയത്ത് ഈ ചെറിയ ചെറിയ കുഴികളിൽ അതിലേക്ക് മത്സ്യം കുടുങ്ങും. പിറ്റേന്ന് പോയിട്ട് എന്ത് ചെയ്യാം, അതിനെ പിടിക്കാം. അപ്പോൾ വെള്ളിയാഴ്ച രാത്രി സൂര്യൻ അസ്തമിച്ചത് മുതൽ പിന്നെ ശനിയാഴ്ച രാത്രി ഞായറാഴ്ച സൂര്യൻ ഉദിക്കുന്നത് വരെയാണ് അവർക്ക് ഈ പറഞ്ഞതുപോലെ ഇത് ആചരിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ വക്രബുദ്ധി കാണിച്ചുകൊണ്ട് ഒരു വിഭാഗം ആളുകൾ അങ്ങനെ കുഴിയെടുത്തു. അവർക്ക് യഥേഷ്ടം ഈ പറഞ്ഞ പോലെ മത്സ്യങ്ങൾ കിട്ടി. സൂറത്തുൽ അറാഫിൽ അത് വിശദമായി പറയുന്നുണ്ട്, നമുക്ക് ഇൻഷാ അല്ലാഹ് അവിടെ എത്തുമ്പോൾ അത് പറയാം. ഏതായാലും അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പനയെ പരസ്യമായി ധിക്കരിച്ചതിൻ്റെ പേരിൽ അള്ളാഹു അവർക്ക് കൊടുത്ത ശിക്ഷ ഫഖുൽനാ ലഹും കൂനൂ ഖിറദതൻ ഖാസിയീൻ. അള്ളാഹു പറഞ്ഞു, നമ്മൾ അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും നിന്ദ്യരായ കുരങ്ങുകളായി തീരുക. നമ്മളോടത് മുമ്പ് ചെറിയ രൂപത്തിൽ പറഞ്ഞു വെച്ചിരുന്നു. അപ്പോൾ ബഹുഭൂരിപക്ഷം മുഫസ്സിരിങ്ങളും പറഞ്ഞു വെക്കുന്നത് ഈ രൂപമാറ്റം, ആനിമലൈസേഷൻ, മനുഷ്യൻ മറ്റൊരു ജീവിയായി മാറുക എന്ന പ്രതിഭാസം, അപ്പോൾ ഇത് ശരീരം മുഴുവൻ മാറി എന്നാണോ, അല്ല അവരുടെ സ്വഭാവത്തിലും ചിന്തയിലുമൊക്കെ മൃഗത്തിൻ്റെ സ്വഭാവം ഉണ്ടായി എന്നാണോ? ഭൂരിഭാഗം മുഫസ്സിരികൾ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ മാറി എന്ന് തന്നെയാണ്. കുരങ്ങുകളായി അവർ രൂപാന്തരപ്പെട്ടു. ഖുർആനിൽ തന്നെ മറ്റൊരു ഭാഗത്ത് മല്ലഅനഹുല്ലാഹു വഗളിബ അലൈഹി വജഅല മിൻഹുൽ ഖിറദത വൽ ഖനാസിറ, അതിൽ ഒരു വിഭാഗത്തിന് പന്നികളായിട്ടും ഒരു വിഭാഗത്തിന് കുരങ്ങുകളായിട്ട് രൂപമാറ്റം നൽകിയിട്ടുണ്ട് എന്ന് തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കേവലം പിന്നെ കുരങ്ങിൻ്റെ സ്വഭാവമാവുക അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജീവിയുടെ സ്വഭാവമാവുക എന്നുള്ള നിലക്കല്ല, യഥാർത്ഥമായി തന്നെ അവർ കുരങ്ങുകളായി രൂപപ്പെട്ടു എന്നാണ് ഖുർആൻ പറയുന്നത്. അപ്പോൾ ഈ കുരങ്ങുകൾ പിന്നെ അതിന് പരിണാമമോ അല്ലെങ്കിൽ അതിൽ നിന്നും പിന്നെ പരമ്പരയൊന്നും ഉണ്ടായിട്ടില്ല. 3 ദിവസം അവർ ജീവിച്ചു എന്ന് ഹദീസുകളിൽ കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം ആ കുരങ്ങുകളൊക്കെ ചത്തൊടുങ്ങിപ്പോയി. ഏതായാലും അള്ളാഹു അത്രയും വ്യക്തമായൊരു കൽപ്പന കൊടുത്തു. അതിന് ധിക്കാരം പ്രവർത്തിച്ചപ്പോൾ അള്ളാഹു ആ ശിക്ഷ നൽകുകയുണ്ടായി. അതാണ് ആ അവസാനത്തെ ആയത്തുകൾ നമ്മൾ പറഞ്ഞു വെച്ചത്. ഇനി നമുക്ക് 67-ാമത്തെ ആയത്താണ് ഇതിനെടുക്കാനുള്ളത്. وَإِذْ قَالَ مُوسَى لِقَوْمِهِ إِنَّ اللَّهَ يَأْمُرُكُمْ أَن تَذْبَحُوا بَقَرَةً قالوا أتتخذنا هزوا قال أعوذ بالله أن أكون من الجاهلين. എന്തായിരുന്നു നമ്മളെ സൂറത്തിൻ്റെ പേര്? ഇപ്പം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബഖറ അല്ലേ? ബഖറ എന്ന പേരിൻ്റെ അർത്ഥം പശു. അപ്പോൾ എന്താണ് ഒരു സൂറത്തിന് അങ്ങനെ ബഖറ എന്ന പേര് വരാൻ വേണ്ടി കാരണം? ഇതാ ഈ പറയാൻ വേണ്ടി പോകുന്ന സംഭവവുമായി ബന്ധപ്പെട്ടാണ് അതിനെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കിയാൽ നമുക്ക് ആയത്ത് മനസ്സിലാക്കാൻ എളുപ്പമാവും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ അതിസമ്പന്നനായൊരു വ്യക്തി ഉണ്ടായിരുന്നു. അതിസമ്പന്നൻ. അയാൾക്കാണെങ്കിൽ സന്താനങ്ങളുമില്ല. അപ്പം അയാൾ മരിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും മക്കളുണ്ടെങ്കിൽ പിന്നെ മക്കൾക്കാണ് കിട്ടേണ്ടത്, മക്കളില്ല. പക്ഷേ അയാളുടെ സഹോദരനൊരു പുത്രനുണ്ടായിരുന്നു.
അപ്പോൾ നിയമപ്രകാരം മക്കളില്ലാത്ത സ്ഥിതിക്ക് ഇയാൾ മരിച്ചു കഴിഞ്ഞാൽ ഈ സമ്പത്തൊക്കെ ആർക്ക് കിട്ടണം? ഈ സഹോദരപുത്രനാണ് കിട്ടേണ്ടത്. അപ്പോൾ ഈ സഹോദരൻ്റെ പുത്രനാണെങ്കിൽ ഇയാൾ മരിക്കുന്നതും കാത്തിങ്ങനെ നിൽക്കുകയാണ്. അധ്വാനം ഇല്ലാതെ ലഭിക്കുന്ന സമ്പത്താണല്ലോ അനന്തരാവകാശ സമ്പത്ത്. ആരോ അധ്വാനിച്ചുണ്ടാക്കിയത് തനിക്ക് കിട്ടുന്നു. അപ്പോൾ ഭർത്താവാണെങ്കിൽ ഭാര്യ കിട്ടുന്നു, ഭാര്യയാണെങ്കിൽ ഭർത്താവിന് കിട്ടുന്നു, ഉപ്പയാണെങ്കിൽ മകന് കിട്ടുന്നു, മകനാണെങ്കിൽ ഉപ്പ കിട്ടുന്നു, ഉമ്മ കിട്ടുന്നു. അള്ളാഹുവിൻ്റെ ഒരു തർത്തീബാണ് അല്ലേ? പിന്നെ ഈ സമ്പത്തൊക്കെ എന്ത് ചെയ്യും? അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലെങ്കിൽ അല്ലേ, അനന്തരാവകാശം വീതിക്കുക എന്ന സിസ്റ്റം ഇല്ല എങ്കിൽ ഈ സമ്പത്തൊക്കെ അടിച്ചെടുക്കാൻ വേണ്ടി കുറേ ആളുകളുണ്ടാകും. അപ്പോൾ ഇയാളിതും കാത്തിങ്ങനെ നിൽക്കുകയാണ് ഇയാൾ മരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇയാളാണെങ്കിൽ അങ്ങനെ അള്ളാഹിനെ തീരുമാനമായിട്ട് മരിക്കൂലല്ലോ. ഇയാൾ ക്ഷമ കെട്ടിട്ട് കൊന്നു കളഞ്ഞിട്ട് ബനു ഇസ്രായേലൊക്കെ സഞ്ചരിക്കുന്ന ആ പാതയിൽ ഇയാളെ മയ്യത്ത് കൊണ്ടുപോയിട്ടു. അപ്പോൾ പിറ്റേന്ന് ചർച്ചയായി ആരാണ് വധിച്ചത്, ഇദ്ദേഹം കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന് വ്യക്തമായി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ വന്നിട്ട് വിഷയം പറഞ്ഞു. അപ്പോൾ തമ്മിൽ ഏകദേശം ഇങ്ങനെ തർക്കത്തിൻ്റെ രൂപം വന്നു. നിങ്ങളാണ് കൊന്നത്, ഞങ്ങളാണ് കൊന്നത് എന്ന തർക്കത്തിൻ്റെ രൂപം വന്നു. അപ്പോൾ ഇയാൾ മുമ്പിൽ നിൽക്കുന്നുണ്ട്. എന്തിന്? എൻ്റെ എളാപ്പ മൂത്താപ്പ മരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇയാൾ മുന്നിലുണ്ട്. അപ്പോൾ അവസാനം പറഞ്ഞ് നമുക്കറിയാം ഏതായാലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചിരിപ്പുണ്ടല്ലോ, നമുക്ക് മൂസാ നബിനോട് പോയിട്ട് ഇതിൽ ഒരു തീരുമാനം പറയാം. ഏതായാലും അള്ളാഹുവിൻ്റെ ഭാഗത്ത് വഹി ഇറങ്ങുന്ന പ്രവാചകനാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കിലേക്ക് പോയിട്ട് പറഞ്ഞു, മൂസ ഇങ്ങനെ എൻ്റെ എളാപ്പ അല്ലെങ്കിൽ മൂത്താവ പിതൃവ്യൻ മരണപ്പെട്ടിട്ടുണ്ട്, കൊല്ലപ്പെട്ടിട്ടുണ്ട്, ഘാതകൻ ആരാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കേട്ടപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയണം, അതാണ് ഈ രംഗം. വഇദ് ഖാല മൂസാ ലിഖൗമിഹി, മൂസാ അലൈഹി സ്വലാം തൻ്റെ സമൂഹത്തിനോട് പറഞ്ഞ സന്ദർഭം, ഇന്നല്ലാഹ യഅ്മുറുക്കും, തീർച്ചയായും അള്ളാഹു നിങ്ങളോട് കൽപ്പിക്കുന്നു, അൻ തദ്ബഹു ബഖറത്തൻ, ഒരു പശുവിനെ അറുക്കണമെന്ന്. അപ്പോൾ ഇവർ പോയതെന്തിനാ? ഘാതകനെ പിടികൂടാനാ. മൂസാ നബി കൊടുക്കുന്ന മറുപടി, നിങ്ങൾ പശുവിനെ അറുക്കണം. അപ്പോൾ ഇത് പശുവിനെ അറുക്കണം എന്നെന്തിനു പറഞ്ഞു? അത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ്. പക്ഷെ അതിന് വേറെ കാര്യം കൂടിയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുമ്പൊക്കെ അത് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പശുവിനെ ആരാധിക്കുക എന്ന് പറയുന്ന സമ്പ്രദായവും കൾച്ചറും ആ തലമുറ മുതലുണ്ട്. അതുകൊണ്ടാണല്ലോ സാമിരി പശുക്കുട്ടിനെ ഉണ്ടാക്കിയിട്ട് ആരാധിപ്പിച്ചത്. അപ്പോൾ ആ സ്വഭാവവും സംസ്കാരമൊക്കെ ഉണ്ട്. അപ്പോൾ പശുവിനെ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ജീവികളെ ഇവർ ഭയങ്കര ദിവ്യത്വം കൽപ്പിച്ചു പോകുന്നൊരു സമൂഹമാണ്. ആ സമൂഹത്തിനോടാണ് വലിയൊരു പ്രശ്നം വന്നപ്പം, നിങ്ങൾ നോക്ക്, ആ പശുവിന് നിങ്ങളൊരു പൂജ നടത്തൂ എന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമാവും, അവരിലെ പശു ആരാധകർക്ക്. എന്തുകൊണ്ട് അവരേറ്റവും ബഹുമാനിക്കുന്ന സാധനമാണ്. പക്ഷേ മൂസാ നബി പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണം? പശുവിനെ അൻ തസ്ബഹു ബഖറത്തൻ, ഏതെങ്കിലും ഒരു പശുവിനെ അറക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അറബിയിൽ നമുക്ക് ഈ അലിഫ്ലാം ഇല്ലാതെ ഉപയോഗിക്കുമ്പോൾ ഏതെങ്കിലും എന്നൊരു അർത്ഥം ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ റജുലുൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ജാഅനി റജുലുൻ, ഉദാഹരണം പറയാം, എൻ്റെ അടുക്കൽ ഒരു പുരുഷൻ വന്നു. ഇപ്പോൾ റജുൽ എന്ന് പറഞ്ഞാൽ ഏത് പുരുഷനും നമുക്ക് അവന് അർത്ഥം വെക്കാം. എന്നാൽ ജാഅനി അർറജുലു എന്നാൽ ഇഫ്ലാം ഇട്ടിട്ട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക പുരുഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അർറജുൽ, എൻ്റെ മനസ്സിലൊരാളുണ്ടാവും, അയാൾ തന്നെയാണ്. പക്ഷെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബക്കറത്തൻ, അൽ ബക്കറ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഏത് പശുവിനെ നിങ്ങൾ എന്താക്കിക്കോളിൻ, ഒന്ന് അർക്ക്. അപ്പോൾ അവർ പറഞ്ഞു, ഖാലു അതത്തഖിദുനാ ഹുസുവാ, മൂസ നിങ്ങൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ? ഞങ്ങൾ ഘാതകനെ പിടിക്കാൻ വേണ്ടി നിങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോൾ നിങ്ങൾ ഞങ്ങളോട് എന്തിനു പറയുന്നു? പശുവിനെ ഇറക്കാൻ വേണ്ടി പറയുകയാണോ? മൂസ അലൈഹി സ്വലാം പറഞ്ഞു, ഖാല അഊദു ബില്ലാഹി, ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു, അൻ അകൂന മിനൽ ജാഹിലീൻ, ഞാൻ വിവരക്കെട്ടവനാകുന്നതിൽ നിന്നും അള്ളാഹുവിനോട് കാവൽ ചോദിക്കുകയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ വിവരക്കേടിൻ്റെ പേരിലാണ് പറയുന്നതെങ്കിൽ ഞാൻ വിഡ്ഢിയായി എന്നല്ല അർത്ഥം. അപ്പോൾ ഞാൻ വിഡ്ഢിയല്ല, അള്ളാഹു എന്നോട് കൽപ്പിച്ചതിൻ്റെ പേരിലാണ് ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ളത്. ഇവരോട് ഏതെങ്കിലും പശുവിനെ അറുത്താൽ മതി എന്നാണ് അള്ളാഹു പറഞ്ഞത്. അവർക്കങ്ങനെ അറുത്താൽ മതിയായിരുന്നു. പക്ഷേ അവരിലുള്ള മറ്റൊരു ദുസ്വഭാവമാണ് ഇവിടെ വെളിപ്പെടാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ഖാലു ഉദ്ഉ ലനാ മൂസ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ദുആ ചെയ്യണം, ചോദിക്കണം, യുബയ്യിൻ ലനാ മാഹി, അതെന്ത് തരം പശുവാണ്? ഏതെങ്കിലും പശുവിനെ എന്ന് പറഞ്ഞപ്പോൾ എന്ത് തരം പശുവാണ് എന്ന് നിങ്ങളൊന്ന് അള്ളാഹുവിനോട് ചോദിച്ചു നോക്കൂ. അതും ഒരു തരം കളിയാക്കൽ തന്നെയാണ്. അതും മൂസാ നബിയെ പരിഹസിക്കൽ തന്നെയാണ് ചോദ്യം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹു നിർദ്ദേശം നൽകി. ഖാല, അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ, അതൊരു പ്രത്യേക പശുവാണ്, ലാ ഫാരിദുൻ വലാ ബിക്റുൻ. അപ്പോൾ ഇവർ ചോദ്യം ചോദിച്ചപ്പോൾ അള്ളാഹിൻ്റെ ഭാഗത്തും ടേംസ് ആൻഡ് കണ്ടീഷൻസ് വരാൻ തുടങ്ങി. അത് ലാ ഫാരിദുൻ, പ്രായം കൂടിയതുമല്ല, വലാ ബിക്റുൻ, നന്നേ ചെറുതുമല്ല, നന്ന പ്രായം ചെന്ന പശുവല്ല, എന്നാൽ ബിക്റായ ചെറിയ പശുവല്ല, അവാനും ബൈനദാലിക്, രണ്ടിൻ്റെയും ഇടയിൽ മധ്യമായ പ്രായമുള്ളൊരു പശുവാണ്. എന്നിട്ട് മൂസാ നബി പറഞ്ഞു, ഫഫ്അലൂ മാ തുഅ്മറൂൻ, കൽപ്പിക്കപ്പെട്ടതുപോലെ നിങ്ങൾ ചെയ്തോ, ഇനിയും ഇതിൻ്റെ പുറകെ നിങ്ങൾ
കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കണ്ട, കൂടുതൽ ചകയാൻ വേണ്ടി ശ്രമിക്കണ്ട. പക്ഷെ അവരിലുള്ള ആ ദുസ്വഭാവം അവരെ വെറുതെ വിട്ടില്ല. അവർ വീണ്ടും പറഞ്ഞു, ഖാലൂ ഉദ്ഉ ലനാ മൂസ, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം, റബ്ബക, നിങ്ങളെ റബ്ബിനോട്, യുബയ്യിൻ ലനാ, ഞങ്ങൾക്ക് അള്ളാഹു വിശദീകരിച്ച് തരട്ടെ, മാ ലൗനുഹാ, കുറേ കളറുള്ള പശു ഉണ്ടല്ലോ മൂസ, ഏത് കളറാണ് എന്ന് ഞങ്ങൾക്കൊന്ന് വിശദീകരിച്ചതാ. എന്നാൽ പിന്നെ അള്ളാഹു തആലയുടെ ഭാഗത്ത് കണ്ടീഷനാക്കി തരാം. ഇതുപോലെ സഹാബാക്കളുടെ ഭാഗത്ത് നിന്ന് ചില സമയത്ത് സന്ദർഭമുണ്ടായപ്പോൾ നബിതങ്ങൾക്ക് ഭയങ്കരമായ ദേഷ്യം ഉണ്ടായിട്ടുണ്ട്. നബിതങ്ങൾ ഹജ്ജത്തുൽ വദായിൽ പ്രസംഗമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചില ആളുകൾ എഴുന്നേറ്റ് നിന്നിട്ട് ചോദിച്ചു, നബിയെ, ഇപ്പം നമ്മൾ ഹജ്ജ് ചെയ്തല്ലോ, ഇത് നിർബന്ധമല്ലേ? നിർബന്ധമാണ്. ഇതെല്ലാ കൊല്ലം ചെയ്യണോ? എല്ലാ കൊല്ലവും ചെയ്യണം. നബി നിങ്ങൾ മിണ്ടിയില്ല. എൻ്റെ കുറച്ച് കഴിഞ്ഞിട്ട് നബി തങ്ങൾ പറഞ്ഞു, ലൗ ഖുൽതു നഅം ലവജബത്, ഞാനെങ്ങാനും അതേ എന്ന് പറഞ്ഞാൽ കൊല്ലം ടിക്കറ്റ് എടുത്തിട്ട് പോകണം. എയർപോർട്ടിൻ്റെ ആളുകൾക്കും ഫ്ലൈറ്റിൻ്റെ കമ്പനിക്കും ടൂർസ് ആൻഡ് ട്രാവൽസിനൊക്കെ വൻ കച്ചവടമാവുന്നു. എല്ലാ കൊല്ലം ഹജ്ജിനോട് വരും. അപ്പോൾ നബി തങ്ങൾ എന്ത് പറഞ്ഞില്ല? അതേ എന്ന് പറഞ്ഞു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഞാൻ മാ അമർത്തുക്കും ഫഅ്തു ബിഹി, ഞാൻ എന്താണ് നിങ്ങൾ കൽപ്പിച്ചത്, അപ്പോൾ അതിൽ ചിലത് പറഞ്ഞിട്ടുണ്ടാവും, ചില ടേംസ് ആൻഡ് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ടാവും, അത് നിങ്ങൾ അതുപോലെ ചെയ്ത് അതിൻ്റെ അപ്പുറത്തേക്ക് പോകണ്ട. അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അള്ളാഹു തആല എന്ത് ചെയ്യും? വീണ്ടും അതിന് നിയമങ്ങൾ ഇട്ട് തരും. ചില കാര്യങ്ങൾ ഞാൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാവും, അതിനും ചില അതിരുകൾ നിശ്ചയിച്ചിട്ടുണ്ടാവും. അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ചകയാൻ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടാകും. അപ്പോൾ ഇവർ വീണ്ടും ചോദിച്ചു മൂസാ നബിയോട്, മൂസ, കളർ എന്താണ് മൂസ? ആദ്യം വയസ്സ് വെച്ചിട്ട് ഒരു കുടുങ്ങി, കൂടിയ വയസ്സുമല്ല കുറഞ്ഞ വയസ്സുമല്ല. കളർ ചോദിച്ചപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഖാല, മൂസ അലൈഹിസ്സലാം പറഞ്ഞു, ഇന്നഹു യഖൂലു, അല്ലാഹു പറയാണ്, ഇന്നഹാ ബഖറത്തുൻ, അതൊരു പശുവാണ്, സഫ്റാ, എങ്ങനെയുള്ള പശുവാണ്? സഫ്റാവ്, മഞ്ഞ നിറത്തിലുള്ള പശുവാണെന്ന് പറഞ്ഞു. ഫാഖിഉൻ ലൗനുഹാ, അതിൻ്റെ നിറം തെളിഞ്ഞ നിറമാണ്. കടുപ്പിച്ചല്ല, ആ മഞ്ഞ വർണ്ണത്തിൽ മറ്റൊരു കളറും ഉണ്ടാകാൻ പാടില്ല. സാധാരണ പശുവിൻ്റെ ഒക്കെ കളറുകൾ ശ്രദ്ധിച്ചോ, ഒരു ഗ്രേഡിയൻ്റ് ഉണ്ട്, മിക്സ്ചർ കളറായിരിക്കും. ഇപ്പോൾ വൈറ്റ് എന്നുള്ള ഫുള്ള് വൈറ്റ് ആയിരിക്കില്ല, ഉള്ള പശു ഉണ്ടാവില്ല, കുറച്ച് കറുപ്പുണ്ടാവും. ഇപ്പം മഞ്ഞയാണെങ്കിൽ അതിൽ കുറച്ച് വേറെ എന്തെങ്കിലും കളർ ഉണ്ടാവും. അങ്ങനെ ഒരു കളർ മുഴുവനായിട്ട് രൂപത്തിലുണ്ടാവില്ല. ഇപ്പം ബൈബിളിലൊക്കെ സംഖ്യാപുസ്തകത്തിൽ ഇതുപോലെ അവർക്ക് അറവിന് വേണ്ടി, അവരുടെ ഒരു ആരാധനയ്ക്ക് വേണ്ടി പശുവിനെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കാണുന്നുണ്ട്. അതിൽ എത്രത്തോളം കാണാമെന്നറിയോ? 2 കറുത്ത നിറമുള്ള രോമം പോലും ഉണ്ടാകാൻ പാടില്ല എന്നാ. 2 കറുത്ത രോമം പോലും ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഫാഖിഉൽ ലൗനുഹ, അതിൻ്റെ നിറം തെളിഞ്ഞതാകണം. മഞ്ഞ എന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ ആ ഒരു അത്രയും ഡെപ്തിലേക്ക് പോകുന്ന കളറായിരിക്കണം. തസുറുന്നാദിരീൻ, അതിനെ കാണുന്ന ആൾക്ക് അത്ഭുതപ്പെടുത്തും. അങ്ങനെ നിങ്ങളൊരു കളറുകൾ ആലോചിക്കട്ടെ, ഫുള്ള് മഞ്ഞ കളറുള്ള പശു, എന്നാൽ അടങ്ങുക, വീണ്ടും ആ പശുവിനെ തേടി പോവുക ഇല്ല. ഖാലു ഉദ്ഉ ലനാ റബ്ബക യുബയ്യിൻ ലനാ മാ ഹി, മൂസ ഒന്ന് ചോദിക്ക്, ഞങ്ങൾക്കിത് മനസ്സിലാകുന്നില്ല. ഇന്നൽ ബഖറ തശാബഹ അലൈനാ, തീർച്ചയായും ഈ പശു ഞങ്ങളുടെ മേൽ ആശയക്കുഴപ്പമുണ്ടായിരിക്കുന്നു. ഇത്ര വയസ്സുള്ള പശു, അതിനിങ്ങനെയുള്ള രൂപമാണ്, ഇങ്ങനെയുള്ള രൂപമാണ്, ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. വ ഇന്നാ ഇൻഷാ അല്ലാഹു ലമുഹ്തദൂൻ, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങൾക്ക് കിട്ടും. അള്ളാഹു ഉദ്ദേശിച്ചാൽ ലമുഹ്തദൂൻ, ഞങ്ങൾ ആ പശുവിനെ കണ്ടെത്താനുള്ള വഴിയിലേക്ക് എത്തുന്നതാണ്. ഹദീസുകളിൽ വരുന്നുണ്ട്, ഇവർ ഇൻഷാ അല്ലാ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അവർക്ക് ആ പശുവിനെ കിട്ടുമേ ഇല്ലായിരുന്നു. അവർ പറഞ്ഞു പോയി, എന്തായി? ഇൻഷാ അല്ലാ, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യും? കിട്ടും. അതുകൊണ്ട് കുറച്ചും കൂടി ഞങ്ങൾക്ക് എന്ത് ചെയ്യണം? വിശദീകരണം തരണം. അപ്പോൾ അടുത്ത് ആയത്തിറങ്ങി. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിക്കുന്നു. അള്ളാഹു പറയുന്നു, ഖാല, അള്ളാഹു പറഞ്ഞു, ഇന്നഹു യഖൂലു ഇന്നഹാ ബഖറത്തുൻ, അതൊരു പ്രത്യേകതരം പശുവാണ്, ലാ ദലൂലുൻ തുസീറുൽ അർള, ഭൂമിയെ ഉഴുതുമറിക്കാൻ ഉപയോഗിക്കാത്ത പശുവായിരിക്കണം. സാധാരണ പശുക്കൾ എന്തിനുവേണ്ടി ഉപയോഗിക്കും? കൃഷിക്ക് വേണ്ടി ഉഴുതുമറിക്കാൻ വേണ്ടി. തുസീറുൽ അർള, അതാണ് ഭൂമിയെ ഉഴുതുമറിക്കുക. അതിൽ വിത്തൊക്കെ ഇട്ടിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പശുക്കളെ അന്ന് ഉപയോഗിക്കുന്നു. നമ്മളിന്ന് കാളകൾ ഉപയോഗിക്കുന്നത് പോലെ അന്ന് പശുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടാകണം. അങ്ങനെയുള്ള തൊഴിൽ ചെയ്യിപ്പിക്കുന്ന പശു ആകാൻ പാടില്ല. വലാ തസ്ഖിൽ ഹർസ, അതെന്തുമാകരുത്? കൃഷിക്ക് വെള്ളം നനക്കുന്ന പശുവുമാകരുത്. ചില പശുക്കളെ കൊണ്ട് എന്ത് ചെയ്യും? ഇതിലൊക്കെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട്, അല്ലേ, ഇറിഗേഷൻ ഫെസിലിറ്റി വേണമല്ലോ കൃഷി ചെയ്യുമ്പോൾ, അതിന് മൃഗങ്ങളെയാണ് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനത്തെ പശുവും എന്ത് ചെയ്യാൻ പാടില്ല? ആകാൻ പാടില്ല. മുസല്ലമത്തുൻ, എല്ലാ നിലയിലും ന്യൂനതകളിൽ നിന്നും മുക്തമായ പശുവായിരിക്കണം.
എല്ലാ നിലയിലും ന്യൂനതകളിൽ നിന്ന് മുക്തമായ പശുവായിരിക്കണം. മുടന്തുണ്ടാകാൻ പാടില്ല, കണ്ണിൻ്റെ പ്രശ്നം ഉണ്ടാകാൻ പാടില്ല, ചൊറി ഉണ്ടാകാൻ പാടില്ല, അല്ലേ? ലാ ഷിയത ഫീഹ, നേരത്തെ പറഞ്ഞതുപോലെ ആ നിറത്തിൽ മറ്റൊരു നിറത്തിൻ്റെ കലർപ്പും ഉണ്ടാകാൻ പാടില്ല. ഇതെല്ലാം കേട്ടപ്പോൾ അവർ പറഞ്ഞു, ഖാലുൽ ആന ജിഅത ബിൽ ഹഖ്, ഇപ്പോഴാണ് മൂസ നിങ്ങൾ കൃത്യമായി സത്യമായ കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇനി അവർക്ക് മനസ്സിലായി, ഇനിയും ചോദിച്ചാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, അവർ പൊട്ടുപോകും. ഫദബഹൂഹ, അവർ ആ മൃഗത്തിനെ അറുത്തു. വമാ കാദു യഫ്അലൂൻ, അവർ അതിനെ അറുക്കുവാൻ എടുക്കുമായിരുന്നില്ല. അവർ പിന്നെ അന്വേഷിച്ചു പോയി, ബാക്കി തഫ്സീറുകൾ കാണുന്നുണ്ട്. അന്വേഷിച്ച് പോയിട്ട് ഇത് കിട്ടണ്ടേ, ഇതവിടെ കിട്ടൽ? അന്വേഷിച്ചിട്ട് അവസാനം നോക്കുമ്പോൾ ഒരു മനുഷ്യൻ്റെ അടുത്തേ ഉള്ളൂ. അയാളത്താണെങ്കിൽ അത് ഒറ്റ ഒരു ഇതേ ഉള്ളൂ. അപ്പോൾ അയാളോട് വില പേശി, അയാൾ പറഞ്ഞ് തരൂല എന്ന് പറഞ്ഞു. നിങ്ങൾ ഈ പറയുന്ന വിലക്കൊന്നും തരൂല. അവസാനം വില പേശി അവസാനം അയാൾ പറഞ്ഞൊരു കാര്യം ചെയ്യും, നിങ്ങൾ അറക്കാനാന്നല്ല കൊണ്ടുപോകുന്നു, അറുത്തിട്ട് ആ തോല് മുഴുവൻ സ്വർണം തൂക്കി തന്നാൽ ഞാൻ എന്ത് ചെയ്യാം, ആ തോൽ വിറിച്ചെടുക്കുമല്ലോ, പറിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അതിലെത്ര സ്വർണം എടുക്കാൻ വേണ്ടി പറ്റും അത്രയും സ്വർണം തന്നാൽ ഞാൻ നിങ്ങൾക്ക് തരാം. ഇവരെന്ത് ചെയ്യൽ? ഒരു വലിയ കോലാഹലത്തിൽ പൊട്ടിരിക്കുകയാണ്. മൂസാ നബിയുടെ അടുത്ത് ചോദിച്ചും പോയി. അവരെങ്ങനെ എഗ്രി ചെയ്തു, അവരതിനെ വാങ്ങി എന്ന് കാണാൻ വേണ്ടി പറ്റും. അതാണ് ഫദബഹൂഹ, അവരാ മൃഗത്തിനെ അറുത്തു. വമാ കാദു യഫ്അലൂൻ, അവരതിനെ അറക്കുവാൻ അടുത്തിരുന്നില്ല. ഖുർആൻ ഷരീഫിൽ ഇങ്ങനെ ഈ പശുവിനെ അറക്കാൻ വേണ്ടി പറയുന്ന ഈ സംഭവം ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ഞാൻ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ കൊല്ലപ്പെട്ടു, അതിന് ഘാതകൻ ആരാണെന്ന് കണ്ടുപിടിക്കണം, അതിന് രൂപശേഷം പറയും. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ബൈബിളിൽ സംഖ്യാപുസ്തകത്തിൽ പരാമർശിക്കുന്നത് ഇതൊരു കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല. അവരുടെ ശുദ്ധി കലശം എന്ന് പറയുന്ന ആചാരം, യഹൂദികളുടെ പാപങ്ങൾ മൊത്തത്തിൽ കളയുന്നതിന് വേണ്ടിയിട്ട് ഈ രൂപത്തിൽ ഒരു പശുക്കുട്ടിയെ കണ്ടെത്തണം, പശുവിനെ കണ്ടെത്തണം, അതിനിങ്ങനെ പിന്നെ അറുക്കണം. അതിന് പ്രത്യേകം എന്തൊക്കെ രൂപങ്ങളുണ്ട്, അതിനെ അറുക്കണം, പിന്നെ അതിനുമുമ്പ് കുളിക്കണം, അതിനെ പിന്നെ ഇന്ന വസ്തുക്കളൊക്കെ ദേവദാരു എന്നൊക്കെ ചേർക്കണം, എന്നിട്ട് അതിനെ അറുത്ത് കഴിഞ്ഞിട്ട് അതിനെല്ലാം കൂടി ഉണക്കിയിട്ട് കത്തിക്കണം, എന്നിട്ട് അതിനെ വെള്ളത്തിൽ കലക്കണം, എന്നിട്ട് ഓരോ ആളുകളെ മേത്ത് കുടയണം. അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഒരു റിച്വൽ അവർക്കുണ്ട്. അത് പ്രത്യേക കൊലപാതകവുമായിട്ടല്ല കാണുന്നത്. പിന്നെ കാണാൻ പറ്റുന്നത് ഒരു വധം നടന്നിട്ട് അത് ആരാണ് നടത്തിയത് എന്ന് അറിയുന്നില്ല, ആരാണ് നടത്തുന്നതെന്ന് പിടിക്കപ്പെടാതിരിക്കുന്ന സമയത്ത് ഒരു ഗോത്രത്തിന് മുഴുവൻ ഞങ്ങൾ ഇതിൽ നിന്നും മുക്തമാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടും ഈ ആചാരം നടത്താൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അവർ വിശ്വസിക്കുന്നുണ്ട് ഇങ്ങനൊരു പശു ഉണ്ട് എന്നും അത് ഞങ്ങളുടെ പാപഭാരങ്ങൾ നശിപ്പിച്ച് കളയുമെന്നും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ രസം അതല്ല, ഇങ്ങനൊരു പശുവിന് എനിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ഒരിക്കലും അവരൊരു ശ്രമം നടത്തി ഒരു പശുവിനെ അങ്ങനെ കിട്ടിയിട്ട് അറക്കാൻ നോക്കുമ്പോഴാണ് കാണുന്നത് 2 രോമം, കറുത്ത രോമം. ഒരില്ല. ഇപ്പോഴും പഠനങ്ങൾ കാണിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അവരിപ്പോഴും അന്വേഷണത്തിലാണ്. അവർ ബ്രീഡുകൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ഒരു പശുവിനെ കിട്ടാൻ വേണ്ടിയിട്ട്. 2025 പിന്നെ യൂറോപ്യൻ കൺട്രീസിൽ എവിടെയോ അങ്ങനെ ഒരു പശുക്കുട്ടിയെ കിട്ടി എന്നും അറക്കപ്പെട്ടു എന്നൊക്കെ കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അതിൻ്റെ ഒരു സിമിലാരിറ്റി ഞാൻ അവിടെ പറഞ്ഞു വെക്കാൻ ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ ഖുർആൻ ഇവിടെ പറഞ്ഞു വെച്ചത് ഇതൊരു സംഭവവുമായി ബന്ധിപ്പിച്ചിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ഏതായാലും ഫദബഹൂഹ വമാ കാദു യഫ്അലൂൻ, അവർ അതിനെ പ്രവർത്തിക്കുവാൻ അടുത്തിരുന്നില്ല. വഇദ് ഖതൽതും നഫ്സൻ, അപ്പോൾ ഖുർആൻ ഷരീഫിൽ ആദ്യം സംഭവം പറയാതെയാണ് മൂസാ നബി പറഞ്ഞു എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം ആമുഖം പറഞ്ഞു വെച്ചു, ഒരാൾ കൊല്ലപ്പെട്ടു, ഇതിൻ്റെ തർക്കത്തിലായി. പക്ഷെ ഖുർആനിൽ അതാദ്യം പറഞ്ഞിട്ടില്ല. ശേഷം ആദ്യം തന്നെ എന്താ പറഞ്ഞത്? മൂസാ നബി പറഞ്ഞു, ശേഷമാണ് ഇവിടെ കാരണം പറയുന്നത്. വഇദ് ഖതൽതും നഫ്സൻ, നിങ്ങളൊരു മനുഷ്യനെ കൊന്ന സന്ദർഭം, ഫദ്ദാറഅതും ഫീഹ, നിങ്ങൾ അതിൽ എന്നിട്ട് പരസ്പരം തർക്കിക്കാൻ വേണ്ടി തുടങ്ങി. വല്ലാഹു മുഖ്രിജും മാ കുന്തും തക്തുമൂൻ, നിങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊണ്ടുവരുന്നതാണ്. ഈ പശുവിനെ അറുത്തിട്ട് എങ്ങനെയാണ് ഒരു കൊലപാതകിയെ കണ്ടുപിടിക്കുക, ഘാതകനെ കണ്ടുപിടിക്കൽ? അവിടെ അള്ളാഹുവിനൊരു തർത്തീബുണ്ടായിരുന്നു. ഫഖുൽന, അങ്ങനെ അറുത്തു. ഫഖുൽന, നാം അവരോട് പറഞ്ഞു, ഇദ്രിബൂഹു ബിബഅദിഹാ, നിങ്ങൾ ആ കൊല്ലപ്പെട്ട ആളെ ഈ പശുവിൻ്റെ അല്പഭാഗം എടുത്തുകൊണ്ട് അടിക്കുക. അതായിരുന്നു അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ മെത്തേഡ്. തോളല്ലോ മറ്റോ എടുത്തിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞു? ആ കൊല്ലപ്പെട്ട ആൾ എന്ത് ചെയ്യണം? അടിക്കണം. എന്ത് സംഭവിക്കും? ഇയാൾ എഴുന്നേറ്റു. അടി കിട്ടിയ ഉടനെ ഇയാൾ എന്ത് ചെയ്തു? എഴുന്നേറ്റു. എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ചോദിച്ചു, ആരാ എന്നെ കൊന്നത് എന്ന് ചോദിച്ചു. മുമ്പിൽ തന്നെ ആരൊക്കുന്നുണ്ട്? സഹോദരൻ്റെ മകൻ പറഞ്ഞു, ഇവനാണ് എന്നെ കൊന്നത്. തീർന്നു, അയാൾ മരിച്ചു വീണു. അപ്പോൾ ഇയാൾക്ക് പുനർജന്മം കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ രണ്ടാമതൊരു ജീവിതം ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം
ഇതിലൂടെ അള്ളാഹു താല ആ തർത്തീബിനെ ഉണ്ടാക്കിയത്. അതാണ് ഫഖുൽനദ്രിബൂഹു ബിബഅദിഹാ, ഈ പശുവിൻ്റെ അല്പഭാഗം കൊണ്ട് നിങ്ങൾ ആ മനുഷ്യനെ അടിക്കണം. സംസാരിച്ച ഭാഗം ഖുർആനിലില്ല, അത് തഫ്സീറുകളിലാണ് ഉള്ളത്. കദാലിക യുഹ്യില്ലാഹുൽ മൗതാ, ഇപ്രകാരമാണ് അള്ളാഹു താല മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. അപ്പോൾ അതിന് തന്നെ മനസ്സിലായി ആ പശുവിനെ ആ ഭാഗം കൊണ്ട് അടിച്ചപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആ സംഭവം പറയൽ മാത്രമല്ല, ആ സംഭവം പറഞ്ഞിട്ട് എന്തിലേക്കും കൂടി അള്ളാഹു സൂചിപ്പിക്കുന്നുണ്ട്, മരണാനന്തര ജീവിതത്തിലേക്ക്. ഇപ്പോൾ ഇബ്രാഹിം നബിയിൽ നമുക്ക് അങ്ങനത്തെ സമാനമായ സംഭവം കാണാമല്ലോ. ഇബ്രാഹിം നബി അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട്, പടച്ചോനെ ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ്, മരിച്ചിട്ട് എങ്ങനെയാണ് പുനർജീവിപ്പിക്കുക? നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ പ്രക്രിയ എന്താണ്, എങ്ങനെയാണ് നടക്കുക? നമ്മളൊരാൾ ഭൂമിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രോസസ്സ് നമുക്കറിയാം. അണ്ടവും ബീജവും കൂടി ഒരുമിച്ച് കൂടുന്നു, ഗർഭധാരണം ഉണ്ടാകുന്നു, 8-9 മാസം കഴിയുമ്പോൾ ഭൂമിയിലേക്ക് വരുന്നു, നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഈ മരിച്ചാൾ എങ്ങനെയാണ്? അപ്പം അള്ളാഹു താല ചോദിച്ചു, അവലം തുഅ്മിൻ, അങ്ങനെ ഫുള്ളായിട്ട് വിശ്വസിച്ചിട്ടില്ല ഇബ്രാഹിം പറഞ്ഞു, കാല ബല, ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്, വലാക്കിൽ യത്മഇന്ന ഖൽബി, പൂർണ്ണമായൊരു സമാധാനം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അള്ളാഹു താല പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, 4 പക്ഷികളെ നിങ്ങൾ എടുക്കുമെന്ന് പറഞ്ഞു. 4 പക്ഷികളെ പിടിക്കാൻ വേണ്ടി പറഞ്ഞു. 4 പക്ഷികളെ പിടിക്കണം, എന്നിട്ട് അതിനെ അറുക്കണം, എന്നിട്ട് അതിൻ്റെ മാംസങ്ങൾ പിന്നെ ഒരു പർവ്വതത്തിൽ കൊണ്ടുപോയി ചതറണം, നിങ്ങൾ വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ ഇടണം, എന്നിട്ട് നിങ്ങൾ ദൂരെ മാറി നിന്നിട്ട് ഈ പക്ഷികളൊക്കെ നിങ്ങളിലേക്ക് തിരിച്ചു വിളിക്കണം. അങ്ങനെ ഇബ്രാഹിം നബി ചെയ്തു. സുമ്മ ദഉഹുന്ന യഅതീനക സഅയ, ഇബ്രാഹിം നബി തിരിച്ചു വിളിച്ചപ്പോൾ ഇതാ ഈ പക്ഷികളൊക്കെ ഉണ്ട്, വീണ്ടും ആ 4 പക്ഷി തിരിച്ചു പറന്നു വരുന്നു. എന്നിട്ട് അള്ളാഹു താല പറഞ്ഞു, ഇതുപോലെ അള്ളാഹു താലക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, മരണത്തിന് ശേഷം ജീവൻ നൽകാൻ പറ്റും. ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാകലാണല്ലോ ജീവൻ, ഇല്ലായ്മയിൽ നിന്നും ഉണ്ടാകലല്ലേ ജന്മം എന്ന് പറയുന്നത്. ഒന്നുമില്ലാത്തടത്തല്ലേ നമ്മളുണ്ടായത്. പക്ഷെ നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായി നശിക്കുന്നില്ല. ഇപ്പം നമ്മളെ വാലില്ല് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അജബുദ്ദനബ് എന്ന് പറയും അറബിയിൽ. വാലില്ല് നമ്മളെ മറ്റേ നട്ടലിങ്ങനെ താഴേക്ക് പോകുമ്പോൾ അവസാനം കാണുന്നൊരു ടെയിൽ ബോൺ എന്ന് പറയുന്നത്, ടെയിൽ ബോൺ, ഇത് ഒരിക്കലും നശിക്കൂല എന്നാണ്. മണ്ണിൽ എത്ര കാലം നിന്നാലും നശിക്കാൻ പോകുന്നില്ലെന്നാണ്. ഇവിടെ നിന്ന് അല്ലാഹു തആല റിഫ്രഷ് അടിക്കുമ്പോൾ കംപ്ലീറ്റ് തിരിച്ചു വരും. അപ്പോൾ ഒന്നുമില്ലാത്തതിൽ നിന്നും സൃഷ്ടിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് അല്പഭാഗത്ത് നിന്ന് രണ്ടാമത് റീസ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യൻ മരിച്ചു കിടക്കുന്നു. ആ മനുഷ്യൻ മരിച്ചു കിടക്കുമ്പോൾ മറ്റൊരു ചത്ത ജന്തുവിൻ്റെ ഒരു ഭാഗം എടുത്ത് അടിച്ചിട്ട് ജീവൻ കൊടുക്കുന്നു. അപ്പോൾ അവർ അള്ളാഹുലേക്കും കൂടി കുറച്ചും കൂടി വിഷയം അടുപ്പിക്കുകയാണ്, ആഖിറത്തിൽ കൂടി വിശ്വസിപ്പിക്കുകയാണ്. കദാലിക യുഹ്യില്ലാഹുൽ മൗതാ, ഇപ്രകാരം അള്ളാഹു മരിച്ചവരെന്ത് ചെയ്യും, ജീവിപ്പിക്കും. വയുരീക്കും ആയാതിഹി, എന്നിട്ട് അള്ളാഹു തആല അവൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിങ്ങൾക്ക് കാണിച്ചു തരികയും ചെയ്യുന്നു. ലഅല്ലക്കും തഅഖിലൂൻ, എന്തിനു വേണ്ടി, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നതിന് വേണ്ടി. ഇപ്പം മരിച്ചാളെ ജീവിപ്പിക്കുക എന്ന് പറയുന്നത്, ഇപ്പോൾ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനുണ്ടല്ലോ, ആ മുഅ്ജിസത്ത് അള്ളാഹു തആല നൽകിയിട്ടില്ലേ. എന്തൊക്കെയാണ് പറഞ്ഞത്, വഉഹ്യിൽ മൗതാ ബിഇദ്നില്ലാ, മൂസാ നബിക്ക് കൊടുത്ത, ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് കൊടുത്ത മുഅ്ജിസത്തുകൾപ്പെട്ട ഒരു മുഅ്ജിസത്തായിരുന്നു എന്ത്, ഈ പറഞ്ഞാൽ വെള്ളപ്പാണ്ട്, കുഷ്ഠരോഗം മാറ്റാനുള്ള കഴിവ്. വ ഉബരി ഉൽ അക്മഹ വൽ അബ്റസ ബിഇദ്നി, അള്ളാഹുവിൻ്റെ കൽപ്പനയോടുകൂടി എന്ത് ചെയ്യും, ദുആ ചെയ്ത് കഴിഞ്ഞാൽ, തൊട്ട് കഴിഞ്ഞാൽ ആ ഭാഗം സുഖപ്പെടും. വഉഹ്യിൽ മൗതാ ബിഇദ്നില്ലാ, മരിച്ച ആളുകൾ എന്ത് ചെയ്യുന്നു, ജീവിപ്പിക്കുന്നു. അപ്പോൾ അത് അള്ളാഹു ഉദ്ദേശിക്കുമ്പോൾ അള്ളാഹു വസ്തുക്കളിൽ കൂടി കാര്യങ്ങൾ നടത്തും, വ്യക്തികളിൽ കൂടിയും കാര്യങ്ങൾ നടത്താൻ അള്ളാഹു കഴിവുള്ളവനാണ്. ഇനി ഇതൊന്നും ഇല്ലാണ്ടും അള്ളാഹു താല എന്ത് ചെയ്യും, കാര്യം നടത്തും. അപ്പോൾ അതെങ്ങനെ ഒരു അതിശയോക്തിൻ്റെ ആവശ്യം മുസ്ലിമീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അങ്ങനെ ഇവർ ഈ കൊലപാതകം തെളിഞ്ഞു, ആരാണ് കൊല നടത്തിയത് എന്നൊക്കെ പിടിക്കപ്പെട്ടു, അയാൾക്ക് അതിൻ്റെ ശിക്ഷ നടപ്പിലാക്കി. എന്നിട്ടും ചില ആളുകൾ അതിന് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല. ഇത്ര വ്യക്തമായിട്ട് കണ്ടിട്ടും അവരുടെ ഉള്ളിൽ അത് വേറെന്തോ ആണ്, മാരണാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധാരണകൾ അവർ പ്രചരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അല്ലാഹു തആല പറയാണ്, സുമ്മ ഖസത് ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയങ്ങൾ പിന്നെ കട്ടുത്തുപോയി. അള്ളാഹു നമ്മുടെ ആ വലിയ രോഗത്തിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഖസ്വത്തുൽ ഖൽബാണ് ഒരു മുഅ്മിനിന് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ. ഒരു മുഅ്മിന് ലഭിക്കുന്ന ശിക്ഷകൾ ഏറ്റവും വലിയ ശിക്ഷ എന്താണെന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാകും, ഖസ്വത്തുൽ ഖൽബാണ്. എന്താ ഖസ്വത്തുൽ ഖൽബ് എന്ന് പറഞ്ഞാൽ, ഹൃദയം ഉറച്ചു പോവുക, കടുത്തു പോവുക, പിന്നെ ഒന്നും ഉള്ളിലേക്ക് കയറില്ല. ലാ യഅരിഫുൽ മഅറൂഫ മഅറൂഫൻ, ഒരു നന്മയെ തോന്നൂല, ഒരു തെറ്റിനെ തെറ്റായി തോന്നൂല, കണ്ണിന്ന് കണ്ണുനീർ വരൂല, അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ ഹൃദയത്തിൽ ഗദ്ഗതമുണ്ടാവില്ല, ഇഹ്തിസാസ് ഉണ്ടാവില്ല, ഖുർആൻ ഷരീഫിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ ഈമാനിൽ വർധനവുണ്ടാവില്ല, അമലുകൾക്ക് താല്പര്യമുണ്ടാവില്ല. നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹുമായി ഏറ്റവും അടുത്തവൻ, അകന്നവൻ ഹൃദയം കടുത്തവനാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം.
അപ്പോൾ നമ്മൾ ദുആ ചെയ്യണം, അല്ലാഹുവേ ഹൃദയം ഞങ്ങൾ കടുപ്പിക്കല്ലേ. ഒരു സഹാബി വന്നിട്ട് പറഞ്ഞല്ലോ, നബി എൻ്റെ ഹൃദയം ഭയങ്കര കടുപ്പമായി എനിക്ക് അനുഭവപ്പെടുന്നു, ഹൃദയത്തിനൊരു ലോലത എനിക്ക് അനുഭവപ്പെടുന്നില്ല, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നബി തങ്ങൾ പറഞ്ഞു, ഇംസഹ റഅ്സൽ യതീം, ഒരു യതീമിൻ്റെ തല നീ തടവണം എന്ന് പറഞ്ഞു. അപ്പോൾ അഹങ്കാരവും താൻ പോരുമൊക്കെ ഉള്ളിൽ കൂടിയിട്ടാണ് പാപങ്ങളിൽ കൂടിയിട്ടും അങ്ങനെ സംഭവിക്കും. അപ്പോൾ ഒരു യതീമിൻ്റെ തല തടവലോടുകൂടി കരുണയും ആർദ്രതയൊക്കെ പ്രവർത്തന പദത്തിൽ കൊണ്ടുവരികയാണ്. അപ്പോൾ നബി തങ്ങൾ ഒരു പ്രവൃത്തിയായി പറഞ്ഞു കൊടുത്തത് അതാണ്. അപ്പോൾ അല്ലാഹു തആല ഇവരോട് പറയാണ്, സുമ്മ ഖസത് ഖുലൂബുക്കും മിൻ ബഅദി ദാലിക്, ഈ കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. ഫഹിയ കൽ ഹിജാറ, അത് കല്ല് പോലെ ആയിപ്പോയി. ഔ അശദ്ദു ഖസ്വ, അല്ല, ചില ആളുകളുടെ ഹൃദയം കല്ലിനേക്കാൾ കടുത്തുപോയി. അല്ലാഹു പറയാണ്, വ ഇന്ന മിനൽ ഹിജാറതി, ചില കല്ലുകളുണ്ട്, ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, അതിൽ നിന്നും നദികൾ പുറപ്പെട്ടു വരുന്നു. ഇപ്പം നദിൻ്റെ ഉറവ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കല്ലിന്ന് ഉറവ പൊട്ടി വെള്ളമുണ്ടായി അതിങ്ങനെ വന്നിട്ടാണ് വലിയ നദികൾ ഉണ്ടാകുന്നത്. അപ്പം നദിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് ഈ ഉറവ പൊട്ടിയിട്ടാണ്. അപ്പോൾ കല്ലിൽ നിന്നും ഉറവ പൊട്ടിയിട്ട് എന്ത് പോലും ഉണ്ടാകുന്നുണ്ട്, നദികൾ പോലും ഉണ്ടാകുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഹൃദയമോ, ഇപ്പോൾ ആകാശത്തു നിന്ന് മഴ പെയ്ത് അത് കല്ലുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ മണൽ പ്രദേശങ്ങൾ വെള്ളം സ്വീകരിച്ച് പിന്നെ ഭൂമിൻ്റെ ഉള്ളിലുള്ള ജിയോളജിക്കൽ പ്രോസസ്സുകൾ നടന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, വെള്ളം പൊട്ടി പുറത്തേക്ക് വരുന്നത്. പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ഈ ഹൃദയം കഠിനമായപ്പോൾ ഹൃദയത്തിൽ ഖുർആൻ ഇറങ്ങിയിട്ടും ഹദീസ് ഇറങ്ങിയിട്ടും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ വന്നിട്ടൊന്നും അത് സ്വീകരിക്കുന്നില്ല, അതിൽ നിന്നൊന്നും പുറത്തേക്ക് വരുന്നുമില്ല. അതാണല്ലോ പറഞ്ഞത്. ചില കല്ലുകൾ എത്രത്തോളം നല്ല കല്ലുകളുണ്ട്, യതഫജ്ജറു മിൻഹുൽ അൻഹാർ, അതിൽ നിന്നും നദികൾ പുറപ്പെട്ടു വരുന്നു. വ ഇന്ന മിൻഹാ ലമാ യശഖഖു, ചില കല്ലുകൾ വിണ്ടുകീറുന്നു. ഫയഖ്റുജു മിൻഹുൽ മാ, അതിൽ നിന്നും ഉറവ പൊട്ടി വരുന്നു. വ ഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശിയത്തില്ലാ, ചില കല്ലുകൾ അല്ലാഹുവിനോടുള്ള ഭയത്തിൻ്റെ പേരിൽ അത് ഉയർന്ന പ്രദേശത്തിൽ നിന്നും താഴേക്ക് വരുന്നു. ഖുർആൻ അതിന് പറയുന്നത് അല്ലാഹുവിനോടുള്ള ഭയത്തിൽ ഉരുണ്ട് താഴേക്ക് വരുന്നതാണ് എന്നാണ്. അപ്പോൾ ഇതൊക്കെ എന്തിൻ്റെ ഭാഗമാണ്? ഇപ്പം നമ്മൾ സാധാരണ ജീവനുള്ള വസ്തു, ജീവനില്ലാത്ത വസ്തു, ചേതനം അചേതനം നമ്മളിങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാറുണ്ടല്ലോ. അത് നമ്മൾ എന്താ അടിസ്ഥാനത്തിലാണ് ജീവനുള്ളത് ജീവനില്ലാത്തത് നമ്മൾ പറയുന്നത്? നമ്മൾ ഭൗതികാർത്ഥത്തിൽ ജീവന് കൊടുക്കുന്നൊരു ഡെഫിനിഷൻ ഉണ്ട്. ശ്വാസോച്ഛ്വാസം ഉണ്ടാകുക, സ്വന്തമായ ചലനശേഷി ഉണ്ടാകുക, സ്വന്തമായി വളരുക, ഇതൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ജീവനുള്ളതെന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ ജീവനില്ലാത്തത്, ഇപ്പോൾ കല്ലിനെ പറ്റി നമ്മൾ ജീവനില്ലാത്തതെന്നാണ് പറയുന്നത്. അത് ഏത് ഡെഫിനിഷനിലാണ്? ഈ പറഞ്ഞ പോലെ ഭൗതികമായ ഡെഫിനിഷനിലാണ്. അതിന് ശ്വാസം കഴിക്കേണ്ടതില്ല, ഭക്ഷണം കഴിക്കേണ്ടതില്ല, അതിന് രൂപമാറ്റം സംഭവിക്കുന്നില്ല. പക്ഷേ തിയോളജി അനുസരിച്ചിട്ട്, ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചിട്ട് എല്ലാത്തിനും ഷുഊറുണ്ട് എന്നാണ്. ഈ പ്രപഞ്ചത്തിലെ ഓരോ വസ്തുവിനും അതിൻ്റേതായ ജീവനുണ്ട് എന്നാണ് ഖുർആൻ്റെ ഭാഷ്യം. അല്ലേ? ഖുർആനിൽ പറഞ്ഞില്ലേ, വ ഇമ്മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി, ഈ പ്രപഞ്ചത്തിലെ എല്ലാം അള്ളാഹുവിന് തസ്ബീഹ് ചെയ്യുന്നു. പക്ഷെ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കൂല. അപ്പോൾ കല്ലിനും ഷുഊറുണ്ട്. പിന്നെ വിധങ്ങൾ പറഞ്ഞല്ലോ, എനിക്ക് നുബുവത്തിന് മുമ്പ് തന്നെ എനിക്ക് ചില കല്ലുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ആ കല്ലിൻ്റെ അടുക്കൽ കൂടി കടന്നു പോകുമ്പോൾ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് കല്ല് സലാം പറയാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അന്നൊക്കെ പറഞ്ഞതുപോലെ ഖുതുബയിൽ അവസാന നിബിധങ്ങളെ മേൽ സലാത്ത് എല്ലാറുണ്ടല്ലോ. അതിലുപയോഗിക്കുന്ന ഫസ്റ്റത്തെ വാചകം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ അല്ലദീ സബ്ബഹ ഫീ യദിഹിൽ ഹസാ. എന്താ അതിൻ്റെ അർത്ഥം? ചരൽ കല്ലുകൾ തസ്ബീഹ് ചൊല്ലിയ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ നിബിധങ്ങളിലേക്ക് സഹാബാക്കൾ ഇരിക്കുന്ന സമയത്ത് കുറച്ച് ചരൽക്കല്ല് കയ്യിലെടുത്തു. എന്നിട്ട് സഹാബാക്കൾക്ക് കേൾപ്പിച്ചു കൊടുക്കുമ്പോൾ ആ ചരൽക്കല്ല് തസ്ബീഹ് ചെയ്യുന്നത് സഹാബാക്കൾ കേൾക്കാമായിരുന്നു. അപ്പോൾ നമ്മൾ ചേതനം അചേതനം ലിവിങ് നോൺ ലിവിങ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് അത് ഭൗതിക അടിസ്ഥാനത്തിലാണ്, ഫിസിക്സിൻ്റെയും കെമിസ്ട്രിൻ്റെയും ബയോളജിയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കാറ്റഗറൈസേഷനാണ്. എന്നാൽ ഇസ്ലാമിക വിശ്വാസം അനുസരിച്ചിട്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനും അതിൻ്റെതായ ജീവനുണ്ട്. അപ്പോൾ ആ ജീവൻ്റെ ഭാഗമാണ് അത് ഉരുണ്ട് വരുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു അതിന് കാണുന്ന കാര്യം എന്താണ്? മിൻ ഖശ്യത്തില്ല. അത് ഉരുണ്ട് വരുന്ന എന്തിൻ്റെ ഭയത്തിൻ്റെ പേരിലാണ്? അള്ളാഹുവിനോടുള്ള ഭയത്തിൻ്റെ പേരിലാണ്. പക്ഷേ നിങ്ങൾ അങ്ങനെ പോലും ആകുന്നില്ലല്ലോ. കടുപ്പം കാണിക്കാൻ വേണ്ടി നമുക്ക് ഉദാഹരിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ വസ്തു എന്ത് മാത്രമേ ഉള്ളൂ? എന്താ അല്ലേ? എന്താ കല്ല് പോലായിപ്പോയി എൻ്റെ ഹൃദയം ഇങ്ങനെ പറയാറുണ്ടല്ലോ നമ്മൾ. ആ കല്ലിന് പോലും അതിങ്ങനെ സോഫ്റ്റ് ആകുന്ന നന്മ ഉണ്ടാകുന്ന അവസ്ഥകളുണ്ട്. പക്ഷെ നിങ്ങളിൽ അതുപോലുമില്ല. അതാണ് അള്ളാഹു പറയുന്നത്, ഔ അശദ്ദു ഖസ്വതൻ വമല്ലാഹു ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യങ്ങളെ പറ്റിയും അള്ളാഹു തആല അശ്രദ്ധനാണ് എന്ന് നിങ്ങൾ ധരിച്ചു പോകേണ്ടതില്ല. അപ്പോൾ അവർക്ക് ഖസ്വത്തുൽ ഖൽബ്
ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഈ ആയത്തുകൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ നമ്മളും അള്ളാഹുവിനോട് ദുആ ചെയ്യണം, പടച്ചവനെ ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് കാഠിന്യത ബാധിക്കുന്നതിൽ നിന്നും ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ എന്ന്. ശേഷം അള്ളാഹു പറയുന്നു, അഫതത്മഊന അൻ യുഅ്മിനൂ ലക്കും. ഇതെല്ലാം പറഞ്ഞു അള്ളാഹു തആല യഹൂദികളുടെ ആ പാരമ്പര്യ സ്വഭാവം അള്ളാഹു പറഞ്ഞു. അവൻ നബിതങ്ങളാണെങ്കിൽ അന്ന് നിലവിലുള്ള അഹ്ലുൽ കിതാബിൻ്റെ ആളുകൾ തങ്ങളെ വിശ്വസിക്കണം, ഖുർആൻ ഉൾക്കൊള്ളണം എന്നൊക്കെ അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അത് നബിതങ്ങളോട് ചോദിക്കുകയാണ്, അഫതത്മഊന അൻ യുഅ്മിനൂ ലക്കും, ഇവരെല്ലാം അങ്ങയിൽ പൂർണ്ണമായി വിശ്വസിക്കണമെന്ന് അങ്ങ് വല്ലാതെ കൊതിക്കുകയാണ്. തത്മാന തമ്മുന്ന കൊതിയാണ്, ആഗ്രഹം. അത് ചെറിയൊരു അഭിലാഷമൊന്നുമല്ല, നല്ല കൊതിയാണത്. എത്തരത്തിൽ വഖദ് കാന ഫരീഖും മിൻഹും യസ്മഊന കലാമല്ലാഹ്, ഇവരുടെ കൂട്ടത്തിലുണ്ടായ ആളുകൾ അള്ളാഹുവിൻ്റെ വചനങ്ങൾ കേൾക്കുമായിരുന്നു. സുമ്മ യുഹർരിഫൂനഹു, പിന്നെ അതിനവർ സ്ഥാനത്ത് നിന്നും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിച്ച് കളഞ്ഞു. അവർ ചില ഭാഗങ്ങൾ മറച്ചു വെക്കുകയും ചില ഭാഗങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുകയും ഒക്കെ ചെയ്യുകയുണ്ടായി. മിൻ ബഅദി മാ അഖലു, അവർ അതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം അവരുടെ മുമ്പുള്ള ആളുകളൊക്കെ അന്നവർ തൗറാത്ത് നേരിട്ട് കേട്ടിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ കലാമ് നേരിട്ട് കേട്ടിട്ടുണ്ട്, ഇഞ്ചീൽ നേരിട്ട് കേട്ടിട്ടുണ്ട്. എന്നിട്ടും അതിലൊക്കെ ഈ പറയപ്പെട്ടതുപോലെ തിരുത്തലുകളും തിരുത്തലുകളൊക്കെ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ നബിയെ അങ്ങയിലും ഈ പറഞ്ഞതുപോലെ പൂർണ്ണമായവർ വിശ്വസിക്കുമെന്ന് അതിയായ ആഗ്രഹം വെച്ചിട്ട് അങ്ങ് വലിയ നിരാശയിൽപ്പെട്ടു പോകണ്ട. അങ്ങനെ ഉത്തരവാദിത്തം എന്താണ്? അങ്ങ് ദാവത്ത് ചെയ്യുക. അങ്ങ് അവർക്കറിയാം ഒരു വാപ്പാക്ക് ഇത് തൻ്റെ മകനാണ് എന്ന് തിരിച്ചറിയുമല്ലോ എന്നതുപോലെ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഹും, ഇത് നബിയാണെന്നും ഇത് പ്രവാചകനാണ് എന്നും ഇത് തൗറാത്തിൽ പറയപ്പെട്ട ആളാണ് എന്നൊക്കെ ഇവർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തങ്ങൾ എത്തിച്ചു കൊടുക്കുക. മിൻ ബഅദി മാ അഖലൂഹു വഹും യഅലമൂൻ വഇദാ ലഖുല്ലദീന ആമനൂ ഖാലൂ ആമന്ന, അവർ സത്യവിശ്വാസികളായ ആളുകളെ കണ്ടാൽ പറയും ആമന്ന, ഞങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു, ഞങ്ങൾ നിങ്ങളിൽ വിശ്വസിച്ചിരിക്കുന്നു. അപ്പോൾ ചില ആളുകളുണ്ടല്ലോ, അവർ തൗറാത്തിൽ നിന്ന് മനസ്സിലാക്കി ഇങ്ങനെ ഒരു നബി വരാനുണ്ട്, ഇന്നതാണ് അതിൻ്റെ ലക്ഷണങ്ങൾ. ഇദ്ദേഹം ഈ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തൗറാത്തിലും ഇഞ്ചിയിലൊക്കെ പറഞ്ഞ പ്രവാചകനാണ്. ഇത് ചിലപ്പോൾ ഒരു മുസ്ലിമീങ്ങളോട് പോയിട്ട് പറയും, നമ്മളെ തൗറാത്തിലുണ്ട് കേട്ടോ ഇങ്ങനെ, നമ്മൾ ഇഞ്ചിയിൽ ഇങ്ങനെ ഉണ്ട്, നിങ്ങളാണ് നിങ്ങളെ പോലത്തെ ഒരാളാണ് വരിക എന്നൊക്കെ മുസ്ലിമീങ്ങളോട് പറയും. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മുസ്ലിമീങ്ങൾക്ക് എന്താ ഉണ്ടാകുക, എന്താ സംഭവിക്കുക? അവരുടെ ഈമാൻ കൂടും, അവർക്ക് കുറച്ചും കൂടി വിശ്വാസത്തിൽ ഉറപ്പ് കിട്ടുമല്ലോ. അപ്പോൾ ഇവർ പറയും വൈദാ ഖലാ ബഅദുഹും ഇലാ ബഅദിൻ, ഇങ്ങനെ അവരുടെ തമ്മിലുള്ള ആളുകൾ ഒത്തുചേർന്നാൽ അവർ പറയും അതുഹദ്ദിസൂനഹും ബിമാ ഫതഹല്ലാഹു അലൈക്കും, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ എന്തിനാ അവരോട് പറഞ്ഞു കൊടുക്കുന്നത്? ഇപ്പോൾ ഒരാൾ പറഞ്ഞത് ശരിയായ കാര്യം ഒരാൾ പറഞ്ഞു, അപ്പോൾ നമ്മൾ പോയിട്ട് എന്താ പറഞ്ഞാൽ മോശം നിങ്ങൾ പറഞ്ഞ കാര്യം ശരിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എന്ത് കിട്ടും, നമ്മളെ പറഞ്ഞ ആ ആശയത്തിൽ ശക്തി ലഭിക്കും. അപ്പോൾ മറ്റേ ആൾ പറയാണ് എന്തിനാ അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? അതുഹദ്ദിസൂനഹും ബിമാ ഫതഹല്ലാഹു, നിങ്ങൾക്ക് തൗറാത്തിൽ നിന്നും അള്ളാഹു മനസ്സിലാക്കി തന്ന കാര്യം അത് ഖുർആനിനോട് യോജിച്ചതാണ് എന്ന് നിങ്ങൾ എന്തിനാണ് അങ്ങോട്ട് പോയി സമർത്ഥിക്കുന്നത്? അങ്ങനെ സമർത്ഥിച്ചാൽ എന്താ സംഭവിക്കുക? യുഹാജ്ജൂക്കും ബിഹി ഇൻദ റബ്ബിക്കും, നാളെ അള്ളാഹിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവർ നിങ്ങളെ വെച്ചിട്ട് തർക്കിക്കും. പടച്ചോനെ, തൗറാത്തിൻ്റെ ആളുകളെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇതാണ് ആരെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഫലാ തഅഖിലൂൻ, നിങ്ങൾക്ക് എന്താ ബുദ്ധിയില്ല, നിങ്ങൾക്ക് എന്താ മനസ്സിലാകുന്നില്ലേ? അപ്പോൾ നിങ്ങൾ നോക്കും നിലവാരങ്ങൾ നോക്കിയട്ടെ. അപ്പോൾ ഈഗോണ്, അസൂയാണ്. അതായത് ആ പരമ്പരയിൽ നിന്നും മൂസാ നബി ഈസാ നബിൻ്റെ ആ പരമ്പരയിൽ നിന്ന് വന്ന് പിന്നൊരു നബി, അവരുടെ പരമ്പരയിൽ ബനൂ ഇസ്രായേലിന് പിന്നൊരു നബി ഇല്ലല്ലോ, നബി നിങ്ങൾ ബനൂ ഇസ്രായേൽപ്പെട്ട ആളല്ലല്ലോ. അപ്പോൾ അവർക്ക് ആരിൽ നിന്നും നബി വരണം? ബനൂ ഇസ്രായേലിന് ആ ഒരു പ്രവാചകൻ വരണം. അപ്പോൾ തങ്ങളുടെ ആ ഗ്രൂപ്പിൽ നിന്നും പെടാത്തൊരു നബി വന്നപ്പോൾ എന്തെല്ലാം കാണിച്ചിട്ട് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അത് മനസ്സിലാക്കിയ ആളുകൾ വരെ അവർ തിരുത്താൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ്. അല്ലാഹു തആല ചോദിക്കുകയാണ്, അവലാ യഅലമൂന അന്നല്ലാഹ യഅലമു മാ യുസിറൂൻ, ഇവരിത് അങ്ങോട്ടും ഇങ്ങോട്ട് പറയണ്ടാന്ന് പറഞ്ഞാലും അവരുടെ മനസ്സുകളിൽ ഒളിപ്പിച്ചു വെക്കുന്ന കാര്യം അള്ളാഹു അറിയുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നില്ലേ? അവലാ യഅലമൂന, അവർ മനസ്സിലാക്കുന്നില്ലേ? അന്നല്ലാഹ യഅലമു മാ യുസിറൂൻ, അവരെന്തൊക്കെ കാര്യങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് എന്നും വമാ യുഅ്ലിനൂൻ, അവരെന്തെല്ലാം കാര്യങ്ങൾ വെളിവാക്കുന്നുണ്ട് എന്നും ഒക്കെ അള്ളാഹു അറിയുന്നുണ്ട് എന്നിവർ മനസ്സിലാക്കുന്നില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കാണ്. അപ്പോൾ ചുരുക്കത്തിൽ അവരുടെ ഹൃദയത്തിൻ്റെ കാഠിന്യം മൂലം അവർക്ക് ഖുർആൻ ഷരീഫിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഒന്നും ഉൾക്കൊള്ളാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ പറയപ്പെട്ടതുപോലെ ആ ദുസ്വഭാവങ്ങളിൽ നിന്നൊക്കെ അള്ളാഹു നമുക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മളങ്ങനെ ആകരുത്, നമ്മൾ യഹൂദിയത്ത് നസ്രാനിയത്ത് ആകരുത് എന്ന് പറയുമ്പോൾ അവരുടെ സ്വഭാവവും നമ്മൾ ഉണ്ടാകാൻ വേണ്ടി പാടില്ല.
അവരുടെ വിശ്വാസങ്ങൾ നമ്മൾ എന്തായാലും ഒഴിവാക്കുന്നുണ്ട്, അവരുടെ ആചാരങ്ങൾ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്, അവരുടെ സ്വഭാവ വിശേഷണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി തീർക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിശുദ്ധമായ ഖുർആൻ ഷരീഫിനെ, അള്ളാഹുവിൻ്റെ കലാമിനെ യഥാർത്ഥമായി മനസ്സിലാക്കുവാനും അതിനെ ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെയുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.